ഹായ്, വിശാലിനിയുടെ നാളത്തെ എപ്പിസോഡ് പ്രൊമോയിൽ തനിക്ക് പറയാനുള്ളതെല്ലാം ശാലിനി വിഷ്ണുവിനോട് അമ്പലനടയിൽ വെച്ച് പറഞ്ഞിരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് വളരെ സങ്കടത്തോടുകൂടി തിരികെ വീട്ടിലേക്ക് ദാസനെയും കൂട്ടി പോവുകയാണ് വിഷ്ണു. താൻ സങ്കല്പിച്ച് കൂട്ടിയതാണ് ശാലിനിക്ക് തന്നോടുള്ള പ്രേമമെന്ന് വിഷ്ണു മനസ്സിലാക്കുന്നു. ശാലിനി പറഞ്ഞ ഓരോരോ കാര്യങ്ങൾ ആലോചിച്ച് തിരികെ വീട്ടിലെത്തുകയാണ് വിഷ്ണു. വീട്ടിലെത്തുന്ന വിഷ്ണുവിനെ സത്യഭാമ ചോദ്യം ചെയ്യുകയാണ്. നിന്നോട് ആ റബ്ബർ എസ്റ്റേറ്റ് മാനേജരെയും കൊണ്ട് മാത്രമേ എൻ്റെ മുൻപിൽ വരാവൂ എന്നല്ലേ ഞാൻ പറഞ്ഞിരുന്നത്? തലകുനിച്ചു നിൽക്കുന്ന വിഷ്ണുവിനോട് വീണ്ടും സത്യഭാമ ചോദ്യം ആവർത്തിക്കുകയാണ്. ഞാൻ എല്ലാം പറയാം അമ്മയെന്ന് വിഷ്ണു പറയുമ്പോൾ സത്യഭാമ ചോദിക്കുകയാണ്, എന്തു പറയാനാണ്? നിന്നോട് ഞാൻ പറഞ്ഞത് നീ അനുസരിച്ചോ? അന്നേരം വിഷ്ണു തൻ്റെ തെറ്റ് സത്യഭാമയുടെ മുൻപിൽ സമ്മതിക്കുകയാണ്. ആ റബ്ബർ എസ്റ്റേറ്റ് മാനേജർ താനാണെന്ന് വിഷ്ണു സത്യഭാമയോട് പറയുകയാണ്. അതേസമയം കുടുംബശ്രീ വീട്ടിൽ മുറ്റത്ത് ആ മഴയത്ത് തന്നെ നിൽക്കുകയാണ് ശാലിനി. ശാലിനിയുടെ അവസ്ഥ കണ്ട് വളരെ സങ്കടപ്പെട്ട് ശാരികയും ശ്യാമയും ശാരദാമ്മയോട് ചെന്ന് പറയുകയാണ്, അമ്മേ, കുഞ്ഞേച്ചിയെ ഒന്ന് വിളിക്കുക. പക്ഷേ ശാലിനി ചെയ്ത തെറ്റ് പൊറുക്കാൻ ശാരദാമ്മ തയ്യാറാകുന്നില്ല. ശാരദാമ്മ അവരോട് ദേഷ്യപ്പെടുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വന്ന് ഭക്ഷണം കഴിക്കുക, അവൾ അവിടെ നിന്നോട്ടെ. അങ്ങനെയൊക്കെ ശാലിനിയെ പറയുമ്പോഴും സത്യഭാമയുടെ ശബ്ദം അവിടെ ഇടറുകയാണ്. കുടുംബശ്രീയിൽ നിന്നും ശാലിനി പുറത്താകുമോ, അതെ സത്യഭാമയുടെ വീട്ടിൽ നിന്നും വിഷ്ണു പുറത്താകുമോ എന്നുള്ളതൊക്കെ നമുക്ക് വരും എപ്പിസോഡുകളിൽ കാണാം. ഓക്കെ, താങ്ക്